നമസ്കാരം. ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രാജ്യം വിടാൻ ഒരുങ്ങുന്നുവെന്ന രീതിയിൽ വന്ന റിപ്പോർട്ടുകൾ തള്ളി ഇന്ത്യയിലെ ഇറാൻ എംബസി. ഇറാനിൽ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങൾ രൂക്ഷമായാൽ ഖമേനിക്ക് റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ പ്ലാൻ ബി എന്ന പേരിൽ ഒരു രഹസ്യ പദ്ധതിയുണ്ടെന്ന് ബ്രിട്ടീഷ് പത്രമായ ദി ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ചായിരുന്നു പത്രം ഞായറാഴ്ച ഈ വാർത്ത പുറത്തുവിട്ടത്. എന്നാൽ ഈ റിപ്പോർട്ട് തള്ളുകയാണ് എംബസി. 86-കാരനായ ഖമേനി തന്റെ കുടുംബത്തിലെ 20 അംഗങ്ങളോടൊപ്പം രാജ്യം വിടാൻ പദ്ധതിയിട്ടുവെന്നും സുരക്ഷാ സേനയോ സൈന്യമോ സർക്കാരിന്റെ ഉത്തരവുകൾ അനുസരിക്കാൻ വിസമ്മതിച്ചാൽ അദ്ദേഹം റഷ്യയിലും മോസ്കോയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഖമേനിക്ക് വിദേശ ആസ്തികളുണ്ടെന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ എംബസി അറിയിച്ചു. ഇസ്രായേലുമായി 12 ദിവസം നീണ്ടുനിന്ന യുദ്ധസമയത്ത് പോലും ഖമേനി രാജ്യം വിട്ടിട്ടില്ലെന്നും എംബസി ചൂണ്ടിക്കാട്ടി. ശത്രു രാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന നുണകളാണിതെന്നും എംബസി പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാന്റെ വിവിധ നഗരങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇറാനിലെ ഖോമിൽ നിന്നുള്ള ഇസ്ലാമിക പണ്ഡിതനായ മൗലാന സമീർ ജാഫർ ഖമേനി ജനുവരി 3 പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് ടെഹ്റാനിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാണെന്നും തെളിവുകളില്ലാത്ത ഇത്തരം വ്യാജ വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാന്റെ സമ്പദ്വ്യവസ്ഥ തകർന്നടിഞ്ഞതിന് പിന്നാലെയാണ് രോഷാകുലരായ ജനം പ്രക്ഷോഭം ആരംഭിച്ചത്. ഒരാഴ്ചയിലേറെയായി തുടരുന്ന പ്രതിഷേധങ്ങളിൽ 35 പേരോളം കൊല്ലപ്പെട്ടുവെന്നും 1200-ലധികം പേരെ കസ്റ്റഡിയിലെടുത്തതായും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ 29 പ്രതിഷേധക്കാരും 4 കുട്ടികളും ഇറാന്റെ സുരക്ഷാ സേനയിലെ 2 അംഗങ്ങളും ഉൾപ്പെടുന്നു. ഇറാനിലെ 31 പ്രവിശ്യകളിൽ 27 എണ്ണത്തിലായി 250-ലധികം സ്ഥലങ്ങളിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഇറാനിയൻ സമ്പദ്വ്യവസ്ഥ വർഷങ്ങളായി US അടക്കമുള്ള പാശ്ചാത്യ ശക്തികളുടെ ഉപരോധങ്ങളാൽ തകർന്ന അവസ്ഥയിലാണ്. കൂടാതെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ 1000-ലേറെ പേർ കൊല്ലപ്പെടുകയും അതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇറാനിലെ ലോറിസ്ഥാൻ പ്രവിശ്യയിലെ അസ്ന എന്ന നഗരത്തിലാണ് ഏറ്റവും തീവ്രമായ സമരവും സംഘർഷവും നടന്നത്. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിയൻ ജനസംഖ്യയുടെ 50% പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏകദേശം 16% പേർ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ട്. 8 ലക്ഷത്തോളം കുട്ടികൾ പ്രോട്ടീൻ കുറവിൻ്റെയും പ്രശ്നങ്ങൾ നേരിടുന്നു. ഇറാനിലെ 11% കുട്ടികൾ ഭാരക്കുറവ് ഉള്ളവരാണെന്നും 5% പേർ കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നും യുനിസെഫിന്റെ സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നു. അതായത് ഇറാന്റെ ദാരിദ്ര്യം പെട്ടെന്നുണ്ടായതല്ല, കഴിഞ്ഞ കുറേ കാലമായി അങ്ങനെ തന്നെയാണ്. ഇതാദ്യമായിട്ടല്ല ജീവിതം വഴിമുട്ടിയ ഇറാൻ ജനത തെരുവിലിറങ്ങുന്നത്. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ വിലക്കയറ്റം മൂലമുണ്ടാകുന്ന 3ാമത്തെ ജനകീയ പ്രക്ഷോഭമാണിത്. 2009 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വൻ ജനകീയ സമരം രാജ്യത്തുണ്ടായിരുന്നു. അതിനുശേഷം 2017 ജനം തെരുവിലിറങ്ങുന്നത്. ഡേ പ്രൊട്ടസ്റ്റ് എന്നറിയപ്പെട്ട ഈ സമരത്തിൽ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനം ഭരണകൂടത്തിനെതിരെ മുഷ്ടി ചുരുട്ടി. അന്നും ഇറാൻ സമരത്തെ ക്രൂരമായി അടിച്ചമർത്തുകയായിരുന്നു. 40ഓളം പേർക്കാണ് ഈ പ്രക്ഷോഭത്തിൽ ജീവൻ നഷ്ടമായത്. അതിനുശേഷമാണ് ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭമായ ബ്ലഡി നവംബർ ഉണ്ടായത്. 2019 നവംബറിന് ഒറ്റ രാത്രി കൊണ്ട് ഇന്ധനവില 500 മുതൽ 200% കുതിച്ചുയർന്നതോടെയാണ് ജനം സമരം തുടങ്ങിയത്. പിന്നീട് അത് ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളായി 100ഓളം നഗരങ്ങളിലേക്ക് പടർന്നു. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു സമരം കരുത്താർജിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് വിച്ഛേദിക്കുക എന്ന പരിപാടിയായിരുന്നു സമരക്കാർക്കെതിരെ ഭരണകൂടം ആദ്യം ചെയ്തത്. നവംബർ 16 രാജ്യവ്യാപകമായി നെറ്റ് വിച്ഛേദിക്കപ്പെട്ടു. തുടർന്ന് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ അടിച്ചമർത്തലിനാണ് പിന്നീട് ഇറാൻ സാക്ഷ്യം വഹിച്ചത്. അന്നത്തെ പ്രക്ഷോഭത്തിൽ 1500ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേരെ കാണാതായിരുന്നു. അവരെ ഇനിയും കണ്ടുകിട്ടിയിട്ടുമില്ല.